ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അദാനി എൻ്റർപ്രൈസസിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. റിസൾട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നൊരു കാര്യം, അവരുടെ പ്രോഫിറ്റ് 97% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞിട്ടുണ്ട്. അത് 58 കോടിയായിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇത് 1888 കോടിയായിരുന്നു. ഇനി റവന്യൂ നോക്കുകയാണെങ്കിൽ 9% ഇടിഞ്ഞിട്ടുണ്ട്, 22,848 കോടിയായിട്ടുണ്ട്. എബിറ്റ നോക്കുകയാണെങ്കിൽ 5% കുറഞ്ഞ് 3071 കോടിയായിട്ടുണ്ട്. ഇനി ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സീക്വൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 97% കുറവുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് Q2-ൽ ഇത് 1742 കോടിയായിരുന്നു. റവന്യൂവിൽ സീക്വൻഷ്യൽ നോക്കുമ്പോൾ 1% ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഡിക്ലൈനിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത്, ഒന്ന് ഓസ്ട്രേലിയൻ ഡോളർ. അവർ ഓസ്ട്രേലിയയിൽ മൈനിങ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇന്ന് മിക്ക രാജ്യത്തിൻ്റെ നാണയങ്ങളും US ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വാല്യൂ കുറഞ്ഞുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഫിനാൻസ് കോസ്റ്റിൽ Forex MTM ലോസ് ഉണ്ടായിട്ടുണ്ട് അവർക്ക്. പിന്നെ മറ്റു പല കീ സെക്ടേഴ്സിലും അവർക്ക് റവന്യൂവിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇനി ഈ ഫിനാൻഷ്യൽ ഇയറിലെ 9 മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റവന്യൂ 72,136 കോടിയായിട്ടുണ്ട്. 6% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിലും 17% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. അതിൽ 3254 കോടിയായിട്ടുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 9 മാസം കണക്കാകുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഇവരുടെ ബിസിനസ് സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അദാനി ന്യൂ ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 2,941 കോടിയായിരുന്നു. 38% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് PBT 691 കോടിയായിരുന്നു. 26% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. അതിൽ സോളാർ മൊഡ്യൂൾ സെയിൽസ് 3.3 ഗിഗാവാട്ട്സ് ആയിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ട് 176%, എക്സ്പോർട്സും 20% വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇനി വിൻഡ് ബിസിനസ്സിലും ഗ്രോത്ത് കാഴ്ചവെക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സെഗ്മെൻറ്റ് അദാനി എയർപോർട്ട്സ് ആണ്. അതിൻ്റെ റവന്യൂവിൽ 33% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. 2,939 കോടിയായിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 237 കോടിയായിരുന്നു. 2.6 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.